അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രുക്കുവിനോട് മഞ്ജു ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ് കേട്ടോ, ചന്ദ്രേച്ചി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ, ജാമ്യം പോലും കിട്ടിയില്ല, രുക്കുവിനി എന്താ ചെയ്യുക, എനിക്കാകെ പേടിയാകുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. ചന്ദ്രേച്ചിയെ അറസ്റ്റ് ചെയ്തത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ അച്ചു അതങ്ങനെ ചെയ്തത്, എനിക്ക് എന്തോ ഭയമാകണു എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, മഞ്ജു ചേച്ചി ഒന്നും പേടിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. മഞ്ജുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ മഞ്ജുവിന് ഓരോരോന്നായിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. മഞ്ജുവിന് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു ഞാനിനി എന്താ ചെയ്യണേ, ഇനി എന്നെയും ഒന്ന് അറസ്റ്റ് ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രുക്കുവും പേടിക്കുന്നുണ്ട്. കാരണം ചന്ദ്രേച്ചി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഉത്തമ ബോധ്യമായല്ലോ, അതുകൊണ്ടാണ്. അതേസമയം വിജയശങ്കർ ആകെ അപമാനിതനായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. വീട്ടിലേക്ക് വന്നാൽ തന്നെ ആര്യ വന്നിട്ട് അമ്മ എവിടെ ചോദിക്കും. അമ്മയ്ക്ക് ജാമ്യം കിട്ടിയില്ല മോളെ എന്ന് പറയുമ്പോൾ ആര്യ ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് ജാമ്യം കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ റൂം തുറന്ന് വന്നത്, ഇപ്പം അമ്മയ്ക്ക് എന്താ ജാമ്യം കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വിജയശങ്കർ പറയുന്നുണ്ട്, മോളെ ഞാൻ ആവുന്നത് നോക്കി, അർച്ചന വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അത് കാരണമാണ് ജാമ്യം കിട്ടാതായത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, അച്ഛനല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് ജാമ്യം കൊണ്ടേ വരുള്ളൂ എന്ന്, ഇപ്പോൾ ജാമ്യമില്ല അമ്മയുമില്ല, എങ്ങനെ അച്ഛാ നീ അമ്മ എങ്ങനെ അവിടെ കിടക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ആര്യ വിജയശങ്കറിനോട് ചോദിക്കുകയാണ് കേട്ടോ. വിജയശങ്കറിനാകെ ഒരു ഉത്തരം കൊടുക്കാനേ പറ്റുന്നില്ല. വിജയശങ്കർ ആ സമയം തന്നെ ആലോചിച്ചിരിക്കുന്നത് അർച്ചനയെയും ദീപ്തിയെയും എങ്ങനെയെങ്കിലും തറ പറ്റിക്കണം, അതാണ് വിജയശങ്കറിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ചന്ദ്ര ലോക്കപ്പിൽ കിടന്നിട്ട് അച്ചുവിനോട് ബഹളം വെക്കുകയാണ് കേട്ടോ, എനിക്ക് എന്തായാലും ശരി ഇപ്പം തന്നെ ഫോൺ തരണം, ഫോൺ തന്നിട്ട് എനിക്ക് വിജയേട്ടനെ ഇപ്പോൾ വിളിക്കണം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സുഖസൗകര്യത്തോടു കൂടിയിട്ട് ഇരുന്ന ചന്ദ്ര ജയിലുള്ളിൽ എങ്ങനെ ഇരിക്കും, സുഖസൗകര്യത്തോടു കൂടി ജീവിച്ച ചന്ദ്രയ്ക്ക് അഴിക്കുള്ളിൽ എങ്ങനെ കഴിയും എന്നുള്ളത് ആലോചിച്ചിട്ട് വിജയശങ്കറിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.